ഹലോ നമസ്കാരം. ഡാറ്റാബേസ് ടെക്നോളജീസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മിനുജി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ SQL എന്ന ക്വറി ലാംഗ്വേജിന്റെ ക്രിയേറ്റ് കമാൻഡും ക്രിയേറ്റ് ഡാറ്റാബേസ്, ക്രിയേറ്റ് ടേബിൾ കമാൻഡ്സും ഇൻസേർട്ട് ഇൻടു കമാൻഡും സെലക്ട് സ്റ്റാർ ഫ്രം സെലക്ട് കമാൻഡും നമ്മൾ കണ്ടു. ഇനി സെലക്ടിന് തന്നെ പല വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഇവിടെ വരെയായിരുന്നു. പേഴ്സൺ എന്നൊരു ടേബിൾ ഉണ്ട്. പേഴ്സൺ ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അഡ്രസ്, സിറ്റി എന്ന് പറയുന്ന 5 ആട്രിബ്യൂട്ട്സ് ഉള്ള ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു യൂസിങ് ദി ക്രിയേറ്റ് ടേബിൾ കമാൻഡ്. ഇനി ആ ടേബിളിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നത് ഇൻസേർട്ട് ഇൻടു ടേബിൾ നെയിം വാല്യൂസ് എന്ന് പറഞ്ഞ് പാരന്തസിസ് ഓപ്പൺ ചെയ്ത് അതിൽ ഓരോ വാല്യൂസും നമ്മൾ കോമ ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആദ്യമേ നമ്മൾ 2 വാല്യൂസ് മാത്രമേ ഇട്ടുള്ളൂ. 2 വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് ആ ടേബിളിലെ കണ്ടന്റ്സ് കാണാൻ വേണ്ടി നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം എന്ന കമാൻഡ് കൊടുത്തു. സെലക്ട് എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കുന്നത് തന്നെ ഒരു ടേബിളിൽ നിന്നും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡേറ്റയെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്രം ടേബിൾ നെയിം എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ടേബിളിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ വാല്യൂസും, ആ ടേബിളിൽ പ്രസന്റ് ആയിട്ടുള്ള എല്ലാ വാല്യൂസും ഇൻക്ലൂഡിങ് ഓൾ റോസ് ആൻഡ് ഓൾ കോളംസ്, അതാണ് സെലക്ട് സ്റ്റാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ നമ്മൾ വീണ്ടും ഒരു ഇൻസേർട്ട് ക്വറിയും കൂടെ ചെയ്യുകയാണ്. ഇൻസേർട്ട് ഇൻടു പേഴ്സൺ വാല്യൂസ് 3, മാത്യു, ജോസഫ്, ABC സ്ട്രീറ്റ്, ABC. അപ്പോഴും നമുക്ക് ക്വറി ഓക്കെ 1 റോ അഫക്റ്റഡ് എന്ന് പറഞ്ഞൊരു റിസൾട്ട് കിട്ടി. വീണ്ടും നമ്മൾ ഒരു വാല്യൂ കൂടി ഇൻസേർട്ട് ചെയ്യാണ്, ഒരു റോയും കൂടി. അതിൽ പേഴ്സൺ ID ആയിട്ട് ഞാൻ 1 തന്നെ കൊടുത്തു. ഓൾറെഡി 1 പേഴ്സൺ ID ആയിട്ടുള്ള ഒരാളുണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ 1 തന്നെ കൊടുത്തു. അനന്തു, ഹരി, BK ജംഗ്ഷൻ, കോട്ടയം, KTM എന്നൊരു വാല്യൂ നമ്മൾ കൊടുത്തു. അപ്പോഴും ക്വറി ഓക്കെ 1 റോ അഫക്റ്റഡ് എന്ന് പറഞ്ഞു വന്നു. ഇനി നമ്മൾ വീണ്ടും സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ടേബിളിലേക്ക് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത 2 റോസ് കൂടി അപ്പൻഡ് ആയി വന്നിട്ടുണ്ട്. 1, 2, 3, 1 എന്ന പേഴ്സൺ ID ഉള്ള റോസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സെലക്ടിന്റെ ചെറിയ 2 വേരിയേഷൻസ് നമുക്ക് നോക്കാം. സെലക്ട് ക്വറി പറഞ്ഞല്ലോ, നമ്മൾ റിട്രീവലിന് വേണ്ടിയിട്ടാണ്, ഒരു ടേബിളിലുള്ള വാല്യൂവിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ട് ക്വറി ഉപയോഗിക്കുന്നത്. എനിക്ക് എല്ലാ ആട്രിബ്യൂട്ടും വേണ്ട. സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ എന്ന് കൊടുത്തപ്പോൾ പേഴ്സണിലുള്ള പേഴ്സൺ IDയുടെ വാല്യൂ, ഫസ്റ്റ് നെയിമിന്റെ വാല്യൂ, ലാസ്റ്റ് നെയിമിന്റെ വാല്യൂ, അഡ്രസ്സിന്റെ വാല്യൂ, സിറ്റിയുടെ വാല്യൂ, 5 ആട്രിബ്യൂട്ട് ഉള്ള ടേബിളിലെ 5 ആട്രിബ്യൂട്ടും എനിക്ക് വിസിബിൾ ആയിരുന്നു. എനിക്ക് 5 ആട്രിബ്യൂട്ടും കാണണ്ട, സെലക്ടഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിന്റെ മാത്രം കണ്ടാൽ മതി. സപ്പോസ് എനിക്ക് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കണ്ടാൽ മതി. ഞാൻ എങ്ങനെ അത് കൊടുക്കണം? സെലക്ട് ശേഷം സ്റ്റാർ കൊടുക്കാതെ ഫസ്റ്റ് നെയിം കാണണമെങ്കിൽ ഫസ്റ്റ് നെയിം എന്ന് കൊടുക്കുക. വീണ്ടും അതിന്റെ കൂടെ ലാസ്റ്റ് നെയിമും കൂടെ ആണ് വേണ്ടതെങ്കിൽ ലാസ്റ്റ് നെയിം. നമ്മൾ കൊടുത്തിരിക്കുന്ന ആട്രിബ്യൂട്ട് കോളത്തിന്റെ പേര് എന്താണോ അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ശേഷം ഫ്രം ഏത് ടേബിൾ ആണോ ആ ടേബിൾ. ഇങ്ങനെ കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്താൽ നമ്മൾ പറഞ്ഞു കൊടുത്ത ആ ആട്രിബ്യൂട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ മാത്രം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സെലക്ട് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഫ്രം പേഴ്സൺ എന്ന് പറഞ്ഞു കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത്? പേഴ്സൺ എന്ന് പറഞ്ഞ ടേബിളിലെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എന്ന് പേരുള്ള ആട്രിബ്യൂട്ട്സിനെ മാത്രം സെലക്ട് ചെയ്യുന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സെലക്ട് പേഴ്സൺ ID ഫ്രം പേഴ്സൺ. എന്ത് സംഭവിക്കും? 1, 2, 3, 1. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എന്തെല്ലാം പേഴ്സൺ ID ആ പറയുന്ന പേഴ്സൺ ID എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിലുണ്ടോ, ID 1, 2, 3, 1, റെപ്പറ്റീഷൻ വരുന്നുണ്ടല്ലേ, റെപ്പറ്റീഷനും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് നമ്മൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ റെപ്പറ്റീഷൻ വേണ്ട. ഇപ്പൊ ഞാൻ പേഴ്സൺ ID റെപ്പറ്റീഷൻ വേണ്ടാതെയാണ് എനിക്ക് വേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ID. ഈ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് കൊടുത്താൽ നമുക്ക് എന്താണ് കിട്ടുക?
നമുക്ക് റെപ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടും. നമുക്ക് നോക്കാം. കണ്ടോ, സെലക്ട് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ഐ ഡി ഫ്രം പേഴ്സൺ എന്ന് കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു? പേഴ്സൺ ഐ ഡിയിലെ ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള വാല്യൂസ്, റെപ്പറ്റീഷൻ ഇല്ലാത്ത വാല്യൂസിനെ പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുത്തത്. ബാക്കി വേറെ ഒരു ഓക്കെ, സിറ്റി എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഈ സെയിം ഇത് ആപ്ലിക്കബിൾ ആണ്. സെലക്ട് ഡിസ്റ്റിങ്ക്ട് സിറ്റി ഫ്രം പേഴ്സൺ. ഇവിടെ എന്ത് വരുമായിരിക്കും ഒന്ന് ഗസ് ചെയ്ത് നോക്കിക്കേ. സിറ്റിയിൽ കോട്ടയം, കോട്ടയം, ABC, KTM 4 വാല്യൂസ് ഉണ്ട്. അതിൽ കോട്ടയം റെപ്പറ്റീഷൻ ആണ്. അത് ഇൻക്ലൂഡഡ് ആകുമോ? ഇല്ല, റെപ്പറ്റീഷൻ വരുന്നതിനെ ഒഴിവാക്കും. അതാണ് ഡിസ്റ്റിങ്ക്ട് എന്നുള്ള കീവേഡിന്റെ പ്രത്യേകത. ഡ്യൂപ്ലിക്കേഷൻ, ഡാറ്റ റിഡൻഡൻസി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഡിസ്റ്റിങ്ക്ട് കീവേഡ് കൊടുക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കി. സെലക്ട് എന്ന് പറയുന്ന ആ ഒരു ക്വറിയുടെ ഒരു പ്രത്യേകതയാണ് ഡിസ്റ്റിങ്ക്ട്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ സെലക്ടിന്റെ കൂടെ പറഞ്ഞു കൊടുക്കുന്ന ആട്രിബ്യൂട്ട്സ് മാത്രമായിട്ട് എടുക്കുമ്പോൾ അങ്ങനെ ഇപ്പൊ ഈ ഇത് കംപ്ലീറ്റ് സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ എന്ന് പറഞ്ഞു കൊടുത്തപ്പം ആ ഡ്യൂപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നത്തില്ലായിരുന്നു. പക്ഷെ സെലക്ട് പേഴ്സൺ ഐ ഡി ഫ്രം പേഴ്സൺ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ജസ്റ്റ് പേഴ്സൺ ഐ ഡി മാത്രം നമുക്ക് റിട്രീവ് ചെയ്തെടുക്കേണ്ടി വന്നപ്പോൾ 1 2 3 1 റെപ്പറ്റീഷൻ നമുക്കൊരു അല്പം ഒരു ഡ്യൂപ്ലിക്കേഷൻ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചത്, ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അത് ആട്രിബ്യൂട്ട്സിൽ മാത്രമാണ്, ആട്രിബ്യൂട്ട്സിലാണ് ആ ഡിസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞ കീവേഡ് വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പം നമുക്കിപ്പോ പേഴ്സൺ ഐ ഡി എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിലെ ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ളവരെ നമുക്ക് എടുക്കണമായിരുന്നു. അങ്ങനെ ചെയ്യണമെങ്കിലാണ് നമ്മൾ ഡിസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സിറ്റി എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിലും നമുക്ക് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ളവരെ എടുക്കണമായിരുന്നു. അങ്ങനെ വേണ്ടി വരുന്നതുകൊണ്ടാണ് നമ്മൾ ഡിസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിപ്പോ നമ്മൾ ഒരു പെർട്ടിക്കുലർ ആട്രിബ്യൂട്ടിനെ മാത്രം സെലക്ട് ചെയ്യണമെങ്കിലുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ. ഇനി അതല്ല, നമ്മൾ വീണ്ടും പഴയ പോലെ നമുക്ക് ഒന്നും കൂടി ആ ടേബിൾ ഒന്ന് കാണാം. സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ. നമ്മുടെ ഒരു എല്ലാ ആട്രിബ്യൂട്ട്സിനെയും സെലക്ട് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഒരു ഇന്ന ആട്രിബ്യൂട്ടിനൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇതാണ് നമ്മുടെ ആക്ച്വൽ ടേബിൾ. ഈ ടേബിളിലെ എല്ലാ ആട്രിബ്യൂട്ട്സും എനിക്ക് വേണം, പക്ഷെ സെലക്ടഡ് റോസ് മാത്രം മതി. ഓക്കെ, സെലക്ടഡ് റോസ് മാത്രം മതി. എന്തെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള റോസ് മാത്രം മതി എനിക്ക്. അതായത് നമ്മൾ റിലേഷണൽ ആൾജിബ്രയിൽ പഠിച്ച ആക്ച്വൽ സെലക്ട് ഓപ്പറേഷൻ ഒരു കണ്ടീഷൻ വെച്ചിട്ടായിരുന്നല്ലോ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. സിഗ്മ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുന്നു, പാരന്തസിസിനകത്ത് ടേബിളിന്റെ പേര്. അതാണ് നമ്മൾ ഇവിടെ സെലക്ട് ഓപ്പറേഷനിൽ നിന്ന് എങ്ങനെ കണ്ടീഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് എങ്ങനെ റിട്രീവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ. ഇനി കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുന്നത് വേർ എന്ന് പറയുന്ന ഒരു ക്ലോസ് വെച്ചിട്ടാ. വേർ ഇപ്പൊ നമ്മൾ ക്ലോസ് ആണ്, വേർ ക്ലോസ് ആണ്. ഈ വേർ കഴിഞ്ഞാണ് നമ്മൾ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ കണ്ടീഷൻ എപ്പോഴും നമ്മുടെ ഒരു ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിലേഷണൽ എക്സ്പ്രഷൻ ആയിരിക്കും. വേർ പേഴ്സൺ ഐ ഡി ഈക്വൽ ടു 1. അപ്പൊ ഇവിടെ ഞാൻ എന്താണ് ചോദിക്കുന്നത്? സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ. പേഴ്സൺ എന്ന് പറഞ്ഞ ടേബിളിലെ എല്ലാ ആട്രിബ്യൂട്ട്സിനെ സെലക്ട് ചെയ്യുക. വേർ പേഴ്സൺ ഐ ഡി 1 ആയിരിക്കുന്നവരുടെ എല്ലാ വാല്യൂസും സെലക്ട് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 റോസ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഒരു ഹൊറിസോണ്ടൽ പാർട്ടീഷനിങ്, നമ്മുടെ റിലേഷണൽ ആൾജിബ്രയിലെ സെലക്ട് ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു ഹൊറിസോണ്ടൽ പാർട്ടീഷനിങ് ആണ് ഇവിടെ നടക്കുന്നത്. സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ വേർ പേഴ്സൺ ഐ ഡി ഈക്വൽ ടു 1. അപ്പൊ ഈ പേഴ്സൺ ഐ ഡി ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് നമ്മുടെ കണ്ടീഷൻ. 1 എന്ന് പറയുന്ന പേഴ്സൺ ഐ ഡി ഉള്ളവരെ എല്ലാം റിട്രീവ് ചെയ്തെടുക്കുക, അവരുടെ എല്ലാ ഡീറ്റെയിൽസും റിട്രീവ് ചെയ്തെടുക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ മേളിലേക്ക് പോകുമ്പോൾ നമ്മൾ സെലക്ട് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഫ്രം പേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷണൽ ആൾജിബ്രയിലെ എന്ത് ഓപ്പറേഷൻ ആയിരുന്നു? നമ്മുടെ ആട്രിബ്യൂട്ട്സിനെയാണ് സെലക്ട് ചെയ്ത് എടുത്തോണ്ടിരുന്നത് അല്ലെ? അതായത് വെർട്ടിക്കലി നമ്മൾ അതിനെ പാർട്ടീഷൻ ചെയ്യുമായിരുന്നു ആ പേഴ്സൺ എന്ന് പറയുന്ന ടേബിളിനെ. അപ്പൊ അവിടെ എന്താണ് നടക്കുന്നത്? പ്രൊജക്റ്റ് ഓപ്പറേഷൻ, പ്രൊജക്ഷൻ ആണ് നടക്കുന്നത്. അപ്പം 2 പ്രൊജക്ഷനും സെലക്ഷനും നമുക്ക് സെലക്ട് എന്ന് പറയുന്ന ഒരു SQL ക്വറി വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് സെലക്ഷൻ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം? സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ
ഇനിയുള്ള കണ്ടീഷൻ വേർ സിറ്റി ഈക്വൽ ടു കോട്ടയം. കോട്ടയം എന്ന സിറ്റി വരുന്ന ആൾക്കാരുടെ എല്ലാ ഡീറ്റെയിൽസും സെലക്ട് ചെയ്യുക. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? കോട്ടയം എന്ന് വരുന്ന 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ, മിനുവും അമ്മുവും. പേഴ്സൺ ID 1 ഉം 2 ഉം ഉള്ള ആൾക്കാരായിരുന്നു അത്. അവരുടെ 2 പേരുടെയും ഫുൾ ഡീറ്റെയിൽസും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് നമ്മളുടെ റിലേഷണൽ ആൾജിബ്രയിലെ സെലക്ട് ഓപ്പറേഷൻ. ഇനി ഈ സെലക്ഷനും പ്രൊജക്ഷനും നമുക്ക് ഒരുമിച്ച് അപ്ലൈ ചെയ്യണമെങ്കിലോ? നമ്മൾ പ്രൊജക്ഷൻ എങ്ങനെ ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്യാമെന്ന് പഠിച്ചു, സെലക്ഷൻ എങ്ങനെ ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്യാമെന്ന് പഠിച്ചു. ഇനിയിപ്പം ഞാനൊരു കണ്ടീഷനെ വെച്ച് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്, സെലക്ട് ക്വയറി ഉപയോഗിക്കുന്നത്. സെലക്ടിന്റെ കൂടെ ഒരു കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ സെലക്ട് സ്റ്റാർ ആണ് ഞാൻ പറയുന്നത് അല്ലേ? അപ്പൊ എല്ലാ ആട്രിബ്യൂട്ട്സും എനിക്ക് കിട്ടുന്നുണ്ട്. സപ്പോസ് സിറ്റി കോട്ടയം ആയിട്ടുള്ളവരുടെ ഫസ്റ്റ് നെയിം മാത്രം എനിക്ക് കിട്ടിയാൽ മതി. ഞാൻ എങ്ങനെ എഴുതണം? അവിടെ സെലക്ഷനും പ്രൊജക്ഷനും ഒരുമിച്ച് നടക്കുകയാണ്. സെലക്ട് ഫസ്റ്റ് നെയിം ഫ്രം പേഴ്സൺ വേർ സിറ്റി ഈക്വൽ ടു കോട്ടയം. ഇവിടെ ഞാൻ എന്താണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? സെലക്ട് സ്റ്റാറിന് പകരം സെലക്ട് ഒരു ആട്രിബ്യൂട്ടിന്റെ പേരാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ആട്രിബ്യൂട്ടിനെ മാത്രം സെലക്ട് ചെയ്യുക ഫ്രം പേഴ്സൺ. പേഴ്സൺ ടേബിളിൽ ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആട്രിബ്യൂട്ട് ഫസ്റ്റ് നെയിം ആണ്, അതിനെ മാത്രം സെലക്ട് ചെയ്യുക. ബട്ട് എങ്ങനെയാണല്ലോ എല്ലാവരെയും സെലക്ട് ചെയ്യണോ? ആ ആട്രിബ്യൂട്ടിന്റെ ഉള്ള എല്ലാ വാല്യൂസും സെലക്ട് ചെയ്യണോ? അല്ല, ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നവരുടെ ആ പറയുന്ന ആട്രിബ്യൂട്ട് വാല്യൂ സെലക്ട് ചെയ്യുക എന്നാണ്. കണ്ടീഷൻ എന്താണ്? സിറ്റി ഈസ് ഈക്വൽ ടു കോട്ടയം. കണ്ടോ, കോട്ടയം സിറ്റി ആയി വരുന്ന 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ, മിനു ജെൻറ്റി, അമ്മു അച്ചു എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു. അവരുടെ ഫസ്റ്റ് നെയിം എടുക്കുക. അപ്പൊ മിനു അമ്മു എന്ന് പറയുന്ന 2 ആ ഒരു ആട്രിബ്യൂട്ട് മാത്രം, ആ ആട്രിബ്യൂട്ടിലെ തന്നെ സെലക്ടഡ് ആയിട്ടുള്ള റോ മാത്രമാണ് സെലക്ട് ആവുന്നത് അല്ലെ? മാത്രമാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്. ഇവിടെ സെലക്ഷനും പ്രൊജക്ഷനും ഒരുമിച്ച് നടക്കുന്നുണ്ട്. നമ്മൾ കമ്പൈൻ ചെയ്യുവാണ് സെലക്ഷനെയും പ്രൊജക്ഷനെയും. അപ്പോ ഇങ്ങനെയാണ് നമുക്ക് സെലക്ട് ക്വറി ചെയ്യാൻ പറ്റുന്നത്. ഇനി സപ്പോസ് നമുക്ക് ഒരൊറ്റ കണ്ടീഷൻ മാത്രമല്ല, നമുക്ക് ഒന്നിലധികം കണ്ടീഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്ന് കരുതുക. ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളുടെ ആക്ച്വൽ ടേബിൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ. ഓക്കെ, ആക്ച്വൽ ടേബിൾ ഇതാണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് നെയിം അമ്മു എന്നും സിറ്റി കോട്ടയം എന്നും ഉള്ള, അല്ലെങ്കിൽ പേഴ്സൺ ID 1 എന്നും സിറ്റി കോട്ടയം എന്നും ഉള്ള ആളെ ആ ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിൽ ആ ഒരു പർട്ടിക്കുലർ റോ എനിക്ക് സെലക്ട് ചെയ്യണം. കംപ്ലീറ്റ് ആട്രിബ്യൂട്ട്സും വന്നോട്ടെ. അപ്പം എനിക്ക് എന്താ സംഭവിക്കുന്നത്? 2 കണ്ടീഷൻ എനിക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? രണ്ടും ഈക്വലി സാറ്റിസ്ഫൈ ആവേണ്ടതാണ്. പേഴ്സൺ ID 1 ആയിരിക്കണം, സിറ്റി കോട്ടയവും ആയിരിക്കണം. രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ആവേണ്ടതാണ്. അപ്പൊ എനിക്ക് ആൻഡ് ഉപയോഗിച്ച് ഈ 2 കണ്ടീഷൻസിനെയും കണക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാം? സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ വേർ പേഴ്സൺ ID ഈക്വൽ ടു 1. ഇതിന് ശേഷമാണ് നമ്മൾ ആൻഡ് എന്ന് പറയുന്നത് കണക്ട് ചെയ്യാൻ, 2 കണ്ടീഷൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സിറ്റി ഈസ് ഈക്വൽ ടു കോട്ടയം. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ എന്ന് പറഞ്ഞാൽ എല്ലാ ആട്രിബ്യൂട്ട്സും ഇവിടെ സെലക്ട് ആവും. അപ്പം പേഴ്സണിലെ എല്ലാ ആട്രിബ്യൂട്ട്സിനെയും സെലക്ട് ചെയ്യുക, പക്ഷെ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട്. കണ്ടീഷൻ എന്താ പറയുന്നത്? പേഴ്സൺ ID 1 ആയിരിക്കണം, സിറ്റി കോട്ടയവും ആയിരിക്കണം. അങ്ങനെയുള്ള ഒരേ ഒരാളെ ഉള്ളൂ, ആ പർട്ടിക്കുലർ റോ നമുക്ക് സെലക്ട് ആയി കിട്ടും. ഇനി മറ്റൊരു കണ്ടീഷനാണ്, ഇതിന് ഇവിടെ ആൻഡ് കൊടുക്കുന്നതിന് പകരം ഓർ ആയിരുന്നു കൊടുത്തിരുന്നതെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ആൻഡിന് പകരം ഓർ ആയിരുന്നു കൊടുത്തിരുന്നതെങ്കിൽ, ഓറിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ. ഒന്നെങ്കിൽ പേഴ്സൺ ID 1 ആയിരിക്കണം, അല്ലെങ്കിൽ സിറ്റി കോട്ടയം ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ മതി. ഇനിയിപ്പോ ഒരു കണ്ടീഷൻ എന്നല്ല, 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ആയാലും കുഴപ്പമൊന്നുമില്ല. രണ്ടും സൈമൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യാം. മിനിമം ഒരു കണ്ടീഷൻ എങ്കിലും സാറ്റിസ്ഫൈ ആവണം. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലേ? അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്ന ആൾക്കാരുടെ എല്ലാ ആട്രിബ്യൂട്ട്സും പ്രിന്റ് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക എന്നുള്ള ഒരു കമാൻഡാണ് നമ്മളിപ്പോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് ആണ് കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റിന്റെ പേഴ്സൺ ID 1 ആണ്, സിറ്റി കോട്ടയവുമാണ്. അതുകൊണ്ട് ഒബ്വിയസ്ലി ഫസ്റ്റ് റോ സാറ്റിസ്ഫൈ ആവും.
സെക്കൻഡിന്റെ പേഴ്സൺ ഐ ഡി 1 അല്ല, പക്ഷെ സിറ്റി കോട്ടയമാണ്, അതുകൊണ്ട് ഒബ്വിയസ്ലി അതിന്റെയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും. തേർഡിന്റെ പേഴ്സൺ ഐ ഡി 1 ആണ്, അപ്പോൾ ഓൾറെഡി കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. സിറ്റി കോട്ടയം അല്ലെങ്കിൽ കൂടി പേഴ്സൺ ഐ ഡി എന്ന് പറയുന്ന ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയതുകൊണ്ടും നമ്മൾ കണക്ഷൻ ആയിട്ട് ഓർ ആണ് ഉപയോഗിച്ചത്, അതുകൊണ്ടും നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 റോസ് നമുക്ക് റിട്ടേൺ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ. ഓർ വെച്ച് നമുക്ക് എങ്ങനെ റിട്രീവ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് നോട്ട് വെച്ചും റിട്രീവ് ചെയ്യാം. അപ്പൊ നോട്ടിന് മറ്റൊരു രീതിയാണ്. അപ്പം സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ വേർ നോട്ട് ആദ്യമേ തന്നെ കൊടുക്കണം, എന്നിട്ടാണ് പേഴ്സൺ ഐ ഡി ഈക്വൽ ടു 1. ഇവിടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പേഴ്സൺ ഐ ഡി ഈക്വൽ ടു 1 ആയിട്ടുള്ളതല്ലാത്തവർ, അപ്പം നോട്ട് പേഴ്സൺ ഐ ഡി ഈക്വൽ ടു 1 എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയുള്ളവരുടെ ഡീറ്റെയിൽസ് റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 2 റോസ് ആണ്. പേഴ്സൺ ഐ ഡി 1 അല്ലാത്തവർ, അതായത് പേഴ്സൺ ഐ ഡി 2ഉം പേഴ്സൺ ഐ ഡി 3ഉം ഉള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്തെടുക്കാനാണ്. ഇനി ഇങ്ങനെ ആൻഡ് ഓർ നോട്ട് ഉപയോഗിക്കുന്നതിന്റെ കൂടെ നമുക്ക് സെലക്ട് സ്റ്റാറിന് പകരം ഫസ്റ്റ് നെയിം മാത്രം മതിയെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. സെലക്ട് സ്റ്റാറിന് പകരം നമ്മൾ അവിടെ നമുക്ക് വേണ്ട ആട്രിബ്യൂട്ടിന്റെ പേര് പറഞ്ഞു കൊടുത്താൽ മതി, ഒരു കുഴപ്പവും ഇല്ല. അപ്പൊ ഫസ്റ്റ് നെയിം മാത്രം പ്രിന്റ് ചെയ്യും, പക്ഷെ പറയുന്ന കണ്ടീഷൻ അനുസരിച്ചുള്ള ട്യൂപ്പിൾസിന്റെ അനുസരിച്ചുള്ള റോയുടെ മാത്രം കറസ്പോണ്ടിങ് ഫസ്റ്റ് നെയിം പ്രിന്റ് ചെയ്യും. അതായിരിക്കും ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ. ഓക്കെ, അപ്പം ഇത് വളരെ ബേസിക് ആയിട്ടുള്ള സെലക്ട് ഓപ്പറേഷനിൽ തന്നെ നമുക്ക് കുറച്ച് തിരിച്ചു മറിച്ചൊക്കെ ചെയ്യാവുന്ന ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് നമ്മളിപ്പോ കണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് കണ്ടത്, ഒന്നും കൂടെ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. നമ്മൾ നോർമൽ രീതിയിൽ സെലക്ട് സ്റ്റാർ ഫ്രം പേഴ്സൺ ചെയ്തു. ഇനി നമുക്കൊരു പ്രൊജക്ഷൻ ആയിരുന്നു വേണ്ടിയിരുന്നതെങ്കിൽ സെലക്ട് സ്റ്റാറിന് പകരം നമ്മൾ ഏതൊക്കെ ആട്രിബ്യൂട്ട്സിന്റെ ഡീറ്റെയിൽസ് ആണോ വേണ്ടത് ആ ആട്രിബ്യൂട്ട്സിന്റെ പേര് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇനി സെലക്ഷൻ ഓപ്പറേഷൻ ആണ് നമുക്ക് ഇനിയിപ്പോ അല്ല, നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, അതായത് റിഡൻഡൻസി ഇല്ലാത്ത ഡേറ്റ നമുക്ക് കിട്ടണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിന്റെ കൂടെ നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും, ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ഐ ഡി എന്ന് പറഞ്ഞാൽ റിപ്പറ്റീഷൻ ഇല്ലാത്ത പേഴ്സൺ ഐ ഡി എല്ലാം റിട്രീവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇനി ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഒരു റിട്രീവൽ നടത്തണമെങ്കിൽ സെലക്റ്റിന് ശേഷം ടേബിളിന്റെ പേര് പറഞ്ഞു കൊടുത്തതിന് ശേഷം വേർ എന്ന് പറഞ്ഞ ഒരു ക്ലോസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. വേർ എന്ന ക്ലോസിന് ശേഷം നമ്മളുടെ കണ്ടീഷൻ എന്താണോ അത് പറഞ്ഞു കൊടുക്കുക. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസിനെ അത് റിട്ടേൺ ചെയ്യും. ഇനി നമുക്ക് ഒന്നിലധികം കണ്ടീഷൻസ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ആകാം. അതിന് നമുക്ക് ആൻഡ് എന്നോ ഓർ എന്നോ നോട്ട് എന്നോ ഉള്ള 3 കണക്ടിവിറ്റി അങ്ങനെ കണക്ഷൻസ് ആയിട്ടുള്ള കീവേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം, കണക്ടേഴ്സ് ആയിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്യാം. ആൻഡിന്റെയും ഓറിന്റെയും നോട്ടിന്റെയും വർക്കിംഗ് നമുക്ക് അറിയാവുന്നതാണ്. ഇനി സെലക്ടഡ് ആയിട്ടുള്ള സെലക്ടഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് മതിയെങ്കിൽ ഈ കണ്ടീഷന്റെ കൂടെ തന്നെ ആ പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിന്റെ പേര് നമുക്ക് സെലക്ടിന്റെ കൂടെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഈ സെലക്ടിന് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ് നമ്മൾ ഇന്ന് കണ്ടത്. ഈ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, നമുക്കപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.